അപ്പോൾ നമ്മൾ ഇന്നൊരു സിമ്പിൾ ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് നാടൻ ഒനിയൻ ചിക്കൻ റോസ്റ്റ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഐറ്റം എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് സ്ക്രീനിൽ ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട്. ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വലിയൊരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത ശേഷം സവാള നമുക്ക് ആഡ് ചെയ്യാം. സവാള സ്ലൈസ് ചെയ്തതാണ്. കുറച്ചധികം ഓയിൽ വേണം ഈ ഡിഷിന് കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് വേണ്ട കരിവേപ്പില ആഡ് ചെയ്യാം. ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറിയുള്ളി ആവശ്യത്തിന് വേണ്ടത് ആഡ് ചെയ്യാം. ഇത് ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇനി പൊടികളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് ഏകദേശം വഴണ്ട് വന്ന ശേഷം 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി നന്നായി വഴറ്റി കൊടുക്കുക തന്നെയാണ് വേണ്ടത്. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി തേങ്ങ കൊത്ത് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചതുണ്ട്, അതുകൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. കുറച്ച് സമയം ഇനി അടച്ചു വെച്ച് വേവിക്കാം. ചിക്കനിൽ നിന്ന് ഊറി വന്ന വെള്ളമൊക്കെ നമ്മളിനി വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമല്ലേ? അപ്പോൾ ഈ ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.